ഇതാണ് ക്യാപിറ്റൽ സിറ്റി ഓഫ് നേപ്പാൾ, കാഠ്മണ്ഡു. അത് നോക്കി നിൽക്കണതാ കുറേ ഉണ്ടോ. നമ്മളിനി നേപ്പാൾ വിടാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പുഴയുടെ അപ്പുറം ഇപ്പുറമാണ് നേപ്പാളും ഇന്ത്യ. കാഠ്മണ്ഡുവിൽ നേരെ കക്കരിവേട്ടേക്ക് പോകണത്, കൽക്കട്ടേക്ക് പോകണത്. ബോർഡറാണ്, വെസ്റ്റ് ബംഗാളിൻ്റെ ബോർഡറാണ്. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ബസ്സിന് ടിക്കറ്റ് എടുക്കണമെന്ന് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് ഏകദേശം 12-13 മണിക്കൂറായിട്ടും ബസ്സിലിരിക്കണം എന്നാണ് പറഞ്ഞത്. 4 മണിക്കാണ് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ബസ് ബുക്ക് ചെയ്ത് റൂമിൽ വന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ വീഡിയോ ഷൂട്ടാണ്. ഇവിടുത്തെ ചായ ഉണ്ടാക്കണം. ഇത് അടച്ചിക്കണല്ലോ. ചായ മാത്രം ഇടണം കേട്ടോ. ഇങ്ങനൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? എന്തായാലും ഇതാണ് ക്യാപിറ്റൽ സിറ്റി ഓഫ് നേപ്പാൾ, കാഠ്മണ്ഡു. ഇനി കുറച്ചിങ്ങനെ നടന്നു നോക്കാതെ ഇവിടെ ഇങ്ങനെ നടന്നു നോക്കാം. കുറെ കടകളൊക്കെ ഉണ്ട്. ജിലേബി ലഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വീറ്റ്സിന്റെ കടയാണ്. പർച്ചേസിങ്ങിനാണ്. ജാക്കറ്റും ബാഗൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പർച്ചേസിങ് മോൾ നേപ്പാൾ. എൻ്റെ കൈ ഒടിഞ്ഞിരിക്കണം. ഹായ്, മെയിൻ റോഡാണ്. മെയിൻ റോഡിലേക്ക് പോവാണ്. ഇങ്ങനെ റോഡാണ്. എല്ലാവരും ഇങ്ങനെ പറക്കം പായാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഓടിക്കൊണ്ടിരിക്കും. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഇവിടെ. എപ്പോൾ തുടങ്ങിയാലും ബസ്, വണ്ടി, തിരക്ക് പിടിച്ച ആൾക്കാർ. ഇതാണ് നേപ്പാള്. ബസ്സാ പോണ്. ബസ് കപ്പട വേണമെന്ന് പറഞ്ഞിട്ട് വിളിക്കണം. എനിക്ക് ജാക്കറ്റ് വേണം. നേപ്പാളിന്റെ വഴിയോരങ്ങളിലൂടെ നമ്മളിങ്ങനെ നടക്കാണ് കഴിച്ചു. നമ്മളോടുള്ള കുഴലപ്പം ഇവിടെ ഉണ്ട് കഴിച്ചു. അത് നോക്കി നിക്കണതാ കൊറേ ഉണ്ടോ. പോലീസ്, ഇവിടുത്തെ പോലീസാണ്. പ്രശ്നമൊന്നുമില്ല. നേപ്പാളി പോലീസ്. ചെറിയ ചെറിയ ഷോപ്പുകൾ അല്ലേ. ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ അധികം പെൺകുട്ടികളാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചിയുടെ ഷോപ്പ് ഇതാ. ഷോപ്പുകളാണ്. പലതര മിഠായികളാണ്. നോട്ട്സ്, സ്വീറ്റ്സ് 150. ഇവിടുത്തെ ഒരു പ്രത്യേകതരം സ്വീറ്റ്സ് ആണ് മിഠായി. सैंपल कर रहे हैं नेपाली का, नेपाली मिठाई। ये देखिए नेपाल का मिठाई। आप ना ऐसा बस वो मीठा होता है। आगरा का, ताजमहल आगरा का। ഈ ആക്കിന്റെ പാലുകൊണ്ട് ഉണ്ടാക്കുന്ന മിഠായി അല്ല. ഹിമാലയത്തിലുണ്ടാവണ, പ്രത്യേകിച്ച് ഹിമാലയത്തിലുണ്ടാവുന്ന ഈ ആക്കിന്റെ പാലുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നേപ്പാളിൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ആക്ക് മിൽക്ക് ആൻഡ് ലൈം വാട്ടർ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. കുറേ കല്ല് പോലെ ഇരിക്കുന്ന സാധനം. അതിങ്ങനെ വായിലിട്ടിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളത് തുപ്പിക്കളഞ്ഞു. കാഠ്മണ്ഡു സിറ്റിന്ന് പുറത്തേക്കുള്ള ബസ് സ്റ്റേഷനിൽ പുറത്തേക്കുള്ള കാഴ്ച. നടന്നുകൊണ്ടിരിക്കും. ബസ് സ്റ്റേഷനിൽ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഫ്രൈഡ് റൈസ്, ചിക്കൻ വെജ് ഫ്രൈഡ് റൈസ്, ചിക്കൻ വെജ്. ഓർഡർ തന്നെ. എടാ എൻ്റെ നാടവിടെ ഇവിടുത്തെ ആളല്ലേ? ഇതാ മൊമോസാണ്. മൊമോസ്, ഇത് ഫ്രൈഡ് റൈസ്, അപ്പം നമ്മൾ ഇവിടെ നിന്ന് പോവാണ് ഗൈസ്. കാഠ്മണ്ഡൂന്ന് ഇനി ഇന്ത്യക്ക് പോവാണ്. ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാണ്. കക്കിരിപേട്ട എന്നുള്ള സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. ബസ്സിലാണ് പോകുന്നത്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ബസ് വരിക എന്ന് പറഞ്ഞു. കുറേ ബസ്സുകളുണ്ടല്ലോ. എല്ലാ വണ്ടിയും കണ്ടു, ഓട്ടോറിക്ഷ മാത്രം കണ്ടില്ല അല്ലേ? ടാക്സിയാണ് ഇവിടുത്തെ. ടാക്സിക്ക് കറുപ്പ് ബോർഡുണ്ടാവുക. പരിണ്ട് അപ്പൊ ഗൈസ് നമ്മളെ ബസ് വരുന്നുണ്ട്. അപ്പൊ ബസ്സിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങള് കക്കിരിപ്പേട്ടേക്ക് പോവുകയാണ്. ഇനി ഇന്ത്യയിലേക്ക് പോകാനാണ്. ബോർഡ് ക്രോസ് ചെയ്യാൻ പോവാണ്. കക്കിരിപ്പേട്ട പോയി അവിടുന്ന് സിക്കിമിലേക്ക് പോകാം. 6 മണിയായിട്ടുള്ളൂ. 5:50 കണ്ടില്ലേ? ഭയങ്കര ഇട്ടായി. ഞങ്ങൾ ബസ്സിലായിരുന്നു, ചാടിക്ക് ഇറങ്ങിയതാണ്. रोटी तरकारी समोसा तरकारी फ्राई पूरी तरकारी लोकल अच्छा രണ്ട് സമൂസ, 2 മീൻ പൊരിച്ചത്, കുറച്ച് കടല, പിന്നെ സാമ്പാർ, വെള്ളംകളി. ഇതൊക്കെയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്.
നമ്മളിനി നേപ്പാൾ വിടാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ബോർഡർ എത്താറായിട്ടുണ്ട്, കക്കറിപേട്ട ബോർഡർ എത്താറായിട്ടുണ്ട്. അപ്പൊ നമ്മളിനി സിക്കിമിലേക്ക് പോവുകയാണ്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് സിക്കിമിലേക്ക് പോകും. പിന്നെ അവിടുന്ന് ഡാർജിലിംഗ് കണ്ടിട്ട് പിന്നെ കൊൽക്കട്ടയ്ക്ക് പോകാനാണ് തീരുമാനം. ഇവിടെ തല്ല്. അപ്പൊ കക്കറിപേട്ട എത്തി. इതാണ് कक्करपेट। हमको बॉर्डर जाने का कैसे जाएगा? बॉर्डर हाँ हाँ चल के जाएगा नजदीक है। कौन सा रोड में ये അപ്പൊ നമ്മള് നേപ്പാൾ ബംഗാൾ ബോർഡറാണ് കക്കറിവിട്ട അവിടെ ഇപ്പൊ നിക്കണേ. ഇനി നമ്മള് ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഇന്ത്യക്ക് പോകാണ്, വെസ്റ്റ് ബംഗാൾക്ക്, സിലിഗുരി പോകും. ഇപ്പൊ ബോർഡർ ക്രോസ് ചെയ്യാൻ ഞങ്ങൾ നടക്കണം, ഇങ്ങനെ നടക്കണം. ബോർഡർ ഇതാ പോണു ഗൈസ് നമ്മളെ വരി. എവിടെ ഒന്നും കൂടി ഉണ്ടല്ലോ. നമ്മളപ്പ നേപ്പാളിനോട് വിട പറഞ്ഞ് ഇന്ത്യയിലേക്ക് കടക്കാൻ പോവാണ്. ഇന്ത്യ ഓ ഇന്ത്യ ആ അവിടെയാണ് ഇന്ത്യ. കുറെ ഓട്ടോകള് ഇനി അടിക്കോ. ഇലക്ട്രിക് വെഹിക്കിളാ, തീരെ ശബ്ദമല്ല. അതുകൊണ്ട് പറയണമെന്ന് വന്നാൽ തന്നെ അറിയില്ല. കൊറേ തീരെ ശബ്ദമല്ലല്ലോ. നിറഞ്ഞിറങ്ങി നിൽക്കുന്നുണ്ട്. ഇലക്ട്രിക് ഓട്ടോ. ഒരു പാലാണ്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ ഇന്ത്യ ആയി. ഇനി കുറച്ചും കൂടെ കൊണ്ട് നടക്കാനുണ്ട്. ഇതതിന്റെ ഒരു പാടാണ്. ഇവിടെ ഇങ്ങനെ ഒരു പാടാണ്. അതിന്റെ അപ്പുറം ഇപ്പുറമാണ് നേപ്പാളും ഇന്ത്യയും. ഇത്രയാണ്. ഇപ്പൊ വലിയ സ്ട്രിക്റ്റ് ഏരിയ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇന്ത്യക്കാർക്കും നേപ്പാളും സൗഹൃദം ഉണ്ടായതുകൊണ്ട് ആർക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് കിടക്കും. ഒരു ആധാർ കാർഡ് മാത്രം കാണിച്ചാൽ മതി. ചിലപ്പോ അതും ചോദിക്കൂല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ആധാർ കാർഡ് പോലും ചോദിച്ചില്ല. അവര് സെക്യൂരിറ്റി ഉണ്ടാവും, അവര് ഇങ്ങനെ നോക്കും, ഓക്കെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇതിങ്ങനെ ഒരു പുഴയാണ്. പുഴയുടെ അപ്പുറം ഇപ്പുറമാണ് നേപ്പാളും ഇന്ത്യ. എത്താറായിട്ടുണ്ട്. വലിയ പുഴയാണ്, വലിയ പുഴയാണ്. ചുറ്റും കാണുന്നു വലിയ പുഴ. നല്ല തെളിഞ്ഞ വെള്ളല്ലേ, അരി പോലെ ഇറങ്ങി ഇങ്ങനെ ഹിമാലയത്തിൽ നിന്ന് വരുന്ന നല്ല ഭംഗിയുള്ള പുഴ അല്ലേ. ഈ പുഴ കടന്നു കഴിഞ്ഞാൽ നേപ്പാളും ഇന്ത്യ നേപ്പാൾ അതിർത്തിയാണ്. അവസാനം എത്തി ഗൈസ്, നമ്മൾ അവസാനം ബോർഡർ എത്തി. എന്തേ വൈതോടാകുന്നത്. ഓക്കെ, നേപ്പാൾ ബോർഡർ. നമ്മള് ബോർഡർ കിടക്കും. ഇതാണ് ഇന്ത്യ നേപ്പാൾ. ആധാർ ഫോണിലൊന്നും പറ്റില്ല. അപ്പൊ ഡിജി ലോക്കറിൽ ഉണ്ടാവുന്ന ഡിജി ലോക്കർ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഫോണില് കയ്യിലുണ്ടെങ്കിൽ പറ്റും. ഫോണില് ഉള്ള ആധാർ ഫോണിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് പറ്റില്ല. ഡിജി ലോക്കറിലാണെങ്കിൽ കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് കയറാൻ പറ്റും. ഇപ്പോ ഇന്ത്യയിലെത്തി. ഇതാണ് ഇന്ത്യ. ഇത് ഡാർജിലിംഗ് സ്റ്റേറ്റ്, ബംഗാളിലെ ഡാർജിലിംഗ് സ്റ്റേറ്റ് ആണ്. സിലിഗുരിക്കാണ് ഇനി പോകേണ്ടി വരുന്നത്. അപ്പൊ സിലിഗുരി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ലെങ്ത് ആയി തോന്നുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.